ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ കർത്താവ് തരുന്ന ദൂത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-2 വാക്യങ്ങളാണ്. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലെ യഹോവ ഉദിക്കും, അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അന്ധകാര നിബിഡമായിരിക്കുന്ന, എവിടെയും നോക്കിയാൽ ഇരുൾ മാത്രം, പ്രത്യാശയുടെ ഒരു പൊൻകിരണവും ഇല്ലാതിരിക്കുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ, നമ്മുടെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം ഒരു ദൂത് തരികയാണ്. നിന്റെ മേൽ യഹോവ ഉദിക്കും, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുകയാണ്. യുദ്ധങ്ങളും പ്രശ്നങ്ങളും അതിന്റെ തകർച്ചകളും ശൂന്യതകളും ഒക്കെ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുക. എന്നാൽ നിന്റെ മേൽ യഹോവ ഉദിക്കും. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, അത് പ്രശ്നങ്ങളോ യുദ്ധങ്ങളോ കലഹങ്ങളോ നാശങ്ങളോ നഷ്ടങ്ങളോ ഈ ഭൂമിയിൽ എല്ലായിടത്തും വ്യാപിക്കുമ്പോഴും ദൈവത്തിന്റെ പൈതലിന്റെ മേൽ ദൈവം ഉദിക്കും. അവൻ നിരാശയ്ക്ക് അടിമയാകേണ്ട കാര്യമില്ല, അവൻ ഭീതിക്ക് അടിമയാകേണ്ട കാര്യമില്ല, അവൻ തകർച്ചകൾക്ക് അവനെ അടിമപ്പെടുത്താൻ കഴിയുമെന്ന് ചിന്തിക്കേണ്ട. നിന്റെ മേലോ യഹോവ ഉദിക്കും എന്ന് പറഞ്ഞാൽ നിന്നെ ദൈവം സംരക്ഷിച്ചോളും, ദൈവം നിനക്ക് വഴി കാണിച്ചോളും, ദൈവം നിനക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തോളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചനയ്ക്ക് ആണ് ഏലിയാവ് എന്ന് ആഹാബിനോട് പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ ഇസ്രായേലിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ ആഹാബിനോട് ചെന്ന് ദുഷ്ടനായ ദൈവത്തെ ആരാധിക്കാത്ത ജാതീയ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും പൂജാഗിരികളെയും ഉണ്ടാക്കി ദേശത്ത് വിഗ്രഹാരാധന പ്രചരിപ്പിച്ച ഇസ്രായേൽ രാജാവിനോട് ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവ് എന്ന് പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടില്ലാതെ ഇനി മഴയും പെയ്യല മഞ്ഞും പെയ്യല. 3.5 വർഷമാണ്. ഹല്ലേലൂയ. എന്നാൽ തന്റെ ഭക്തന്മാരെ ദൈവം സംരക്ഷിച്ചു കേട്ടോ, രഹസ്യമായിട്ട്. ഹല്ലേലൂയ. നിന്റെ മേലോ യഹോവ ഉദിക്കും, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ കാണുന്ന ഭൂമി പാഴായും ശൂന്യമായും തീർന്നു. ഈ ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചപ്പോൾ വെളിച്ചം ഉണ്ടാകട്ടെ ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. അപ്പൊ പാഴ്, ശൂന്യം, ഇരുള്, ഇങ്ങനെ കിടന്ന സാഹചര്യങ്ങളിൽ ദൈവം പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചപ്പോൾ ദൈവം പറയുന്നു വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടായി. അപ്പൊ ഇരുളിനാണെങ്കിലും പാഴാണെങ്കിലും ശൂന്യമായി പോയാലും ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുമ്പോൾ അവിടെ വെളിച്ചമുണ്ടാകും. ഹല്ലേലൂയ. പാഴായി പോയെന്ന് പറയുന്ന നിങ്ങളുടെ സംവത്സരങ്ങളെ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ, നിങ്ങളുടെ നന്മകളെ, ആരോഗ്യത്തെ പരിശുദ്ധാത്മാവൊന്ന് പരിവർത്തിച്ചാൽ മതി. ദൈവം ഉദിക്കും, വെളിച്ചമായി, അല്ലേ? വെളിച്ചമായി നിങ്ങളെ കടന്നു വരും. ഹല്ലേലൂയ. ഇരുട്ട് മുറിക്കയുടെ 4 ചുവരുകൾക്കുള്ളിൽ പിശാച് പിടിച്ചിരുത്തിയതുപോലെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. അവർ മരണത്തിന്റെ നിഴൽ കാണുന്നത് പോലെ അതിൽ കടന്നു പോകുന്നവരാ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങളെ കാണുന്നു, ഇരുട്ടിലും മരണ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു, ഉയരത്തിൽ നിന്ന് ഉദയം അവരെ സന്ദർശിച്ചു. അത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അതെ, നിങ്ങളുടെ ഭവനത്തിൽ യേശുവിന്റെ വെളിച്ചം വരും. ഉയരത്തിൽ നിന്ന് ദൈവത്തിന്റെ ഉദയ നക്ഷത്രം, ഉദയം നിങ്ങളെ സന്ദർശിക്കാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളുടെ ഭവനങ്ങളിൽ വരുന്നു. അവൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇരുട്ടിനെ അവൻ എടുത്തു കളയും. പ്രതീക്ഷയില്ലാത്ത നിങ്ങളുടെ ജീവിതത്തെ പ്രതീക്ഷയുള്ളതാക്കി, പ്രത്യാശയുള്ളതാക്കി ദൈവം തീർക്കും. ദൈവസ്ഥിതികൾക്ക് മാറ്റം വരുത്തും. യേശു പറഞ്ഞല്ലോ, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 46-ാം വാക്യം, എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. യേശുവിൽ വിശ്വസിച്ചാൽ മതി, അവൻ ഇനി ഇരുട്ടിൽ ജീവിക്കില്ല. യേശുവിനെ വിശ്വസിക്കുന്നവൻ ഇരുളിൽ തുടരാൻ ദൈവം സമ്മതിക്കില്ല. കാരണം കർത്താവ് വെളിച്ചമായതുകൊണ്ട് അവൻ പ്രവേശിക്കുമ്പോൾ തന്നെ, വിശ്വസിക്കുമ്പോൾ യേശു പ്രവേശിക്കുകയല്ലേ, പിന്നെ ഇരുളിനെ ആരും ഓടിക്കണ്ട, തന്നെ ഇരുള് മാറിക്കൊള്ളും. ഹല്ലേലൂയ, ആമേൻ. 18-ാം സങ്കീർത്തനം 28-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, നീ എൻ്റെ ദീപത്തെ കത്തിക്കും,
എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അണഞ്ഞുപോയ ദീപത്തെ, ഇനി കരിന്തിരിയാണ്, അതിനകത്ത് ഓയിലൊന്നുമില്ല, കത്തിക്കാനുള്ള എണ്ണ ഇല്ല എന്ന് പറയുന്ന ദീപത്തെ ദൈവം കത്തിക്കും. അന്ധകാരത്തെ പ്രകാശമാക്കുന്നവൻ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയി, ഇനി മുൻപോട്ട് ഒരു വഴി പോലും ഇല്ല, ദൈവദാസനെ എനിക്കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം, എങ്ങനെയെങ്കിലും ഒരു വിടുതൽ എനിക്കുണ്ടാകണം. അത്തരത്തിൽ ഭാരപ്പെടുന്നവർ, നിങ്ങൾക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാൻ വന്നില്ല, ഈ വചനം നിങ്ങൾ സ്വീകരിച്ചോ, യഹോവ അന്ധകാരത്തെ പ്രകാശമാക്കും. യഹോവ നിന്റെ മേൽ ഉദിക്കും. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ പ്രകാശിക്കും. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖന വിധിയോട് പറയുന്നുണ്ട്, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ഹല്ലേലൂയ. വക്രതയും കോട്ടവുമുള്ള തലമുറയാണ്. അതിന്റെ നടുവിൽ നിങ്ങൾ വചനം പ്രമാണിച്ചാൽ നിങ്ങൾ വക്രത മാറും, കോട്ടങ്ങൾ മാറും, നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഒന്ന് പരിവർത്തിക്കട്ടെ. ഇരുളിൽ കിടന്നുപോലെ ഇരുട്ടിന്റെ കീഴിലായി പോയ നിങ്ങളുടെ ഭാവിയെ, നിങ്ങളുടെ തലമുറയുടെ നന്മകളെ ദൈവത്തിന്റെ വെളിച്ചം ഒന്ന് മിന്നി പ്രകാശിച്ച് ആ പാഴായി ശൂന്യമായി പോയ സാഹചര്യങ്ങളെ കർത്താവ് ഒന്ന് തന്റെ വെളിച്ചം അയച്ച് പുറത്തു കൊണ്ടുവരട്ടെ യേശുവിന്റെ നാമത്തിൽ. പ്രിയ കർത്താവേ, ഈ വചനം ചെല്ലുന്നിടത്തൊക്കെ വെളിച്ചം ചെല്ലട്ടെ, ഇരുട്ട് മാറിപ്പോകട്ടെ, സകല പൈശാചിക ശാപകെട്ടുകളും മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ വെളിച്ചം മുറികളിൽ ചെല്ലട്ടെ, ഹൃദയത്തിന്റെ അറകളിൽ ചെല്ലട്ടെ. ദൈവത്തിന്റെ വെളിച്ചത്തിലേക്ക് ഇന്ന് മക്കൾ വരട്ടെ. ആർക്കും ഒതുക്കാൻ കഴിയാത്ത ഈ പ്രകാശം ഇവരിൽ ജ്വലിക്കട്ടെ. ഇവർ കർത്താവെ പ്രകാശിക്കട്ടെ. ഇവരുടെ മേലെ യഹോവ ഉദിക്കട്ടെ. ഹല്ലേലൂയ. പാഴായി ശൂന്യമായി പോയ ഭാവിയും നന്മയും ആരോഗ്യവും യേശുവിന്റെ നാമത്തിൽ കർത്താവ് മടങ്ങി വരട്ടെ. നഷ്ടമായി പോയത് മടങ്ങി വരട്ടെ. നന്മയായത് മടങ്ങി വരട്ടെ. ആരോഗ്യവും അനുഗ്രഹമായത് മടങ്ങി വരട്ടെ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നിന്റെ മേൽ യഹോവ ഉദിക്കും. യഹോവയുടെ തേജസ്സും നിങ്ങൾക്ക് പ്രത്യക്ഷമാകും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായല്ലോ. നിങ്ങൾ അനേകർക്ക് ഇത് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ഡിലൈറ്റ്ഫുൾ ഡേ.